കല്യാണം മുടങ്ങിയെന്ന് കരുതി നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ശിവരാമൻ ഇനി ഒരു മകൾ കൂടിയില്ലേ? ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം. അമ്മാവ, അതെങ്ങനെ? അത് ശരിയാകോ? വിഷ്ണുവിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? പിന്നെ അമ്മു, അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പയ്യന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു. അവർക്കത് പ്രശ്നമല്ല. വിഷ്ണുവിന് ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 38 വയസ്സേ കല്യാണം നടക്കൂ. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ കല്യാണം നടത്തിയേ പറ്റൂ. വിഷ്ണു ആദ്യം എതിർത്തു, പക്ഷെ അവൻ പിന്നെ സമ്മതിച്ചു. നീ ചെന്ന് അമ്മുവിനോട് സംസാരിക്കും, അവൾ സമ്മതിക്കും. നീ പറയുന്നതൊന്നും അവൾ ഇതുവരെ അനുസരിക്കാതെ ഇരുന്നിട്ടില്ല. നിന്റെ മൂത്ത മകൾ വരുത്തി വെച്ച് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. രാധികെ, ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മു, അവൾ ഇതിന് സമ്മതിക്കോ? അവളോട് ഞാനിത് എങ്ങനെ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണച്ചാ. മോളെ, അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. മോളെ അമ്മു, വേണ്ടടാ, നിനക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. അച്ഛൻ എല്ലാവരോടും സംസാരിച്ചോളാം. അച്ഛാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമുക്കിപ്പോൾ ഉണ്ടായ നാണക്കേട് മാറി ഇതേ മാർഗമുള്ളൂ. അച്ഛന് പെൺമക്കളെ മര്യാദകൾ വളർത്താൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് ഇപ്പോൾ തന്നെ പലരും അടക്കം പറയുന്നത് ഞാൻ കേട്ടു. ആണോ അച്ഛാ? അച്ഛൻ ഞങ്ങളെ വളർത്തിയതിൻ്റെ കുഴപ്പമാണോ? ഇന്ന് വരെ ഞങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം നടത്തി തരാതെ ഇരുന്നിട്ടുണ്ടോ? എന്നിട്ടും ചേച്ചി പോയപ്പോൾ അച്ഛനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഈ കല്യാണം നടക്കണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുമാണ് മറ്റെന്തിനേക്കാളും വലുത്. എന്ത് പരീക്ഷണത്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അച്ഛൻ അവരോട് ചെന്ന് പറ എനിക്ക് സമ്മതമാണെന്ന്. മോളെ, വേണ്ടച്ഛ, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. അച്ഛൻ്റെ മുഖമൊക്കെ കഴുകി നല്ല കുട്ടിയായിട്ട് അങ്ങോട്ട് ചെല്ല്. അമ്മേ, അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോ, ഞാനിപ്പോൾ വരാം. അവൾ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചെങ്കിലും അവളുടെ മനസ്സ് ആർത്തളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ശിഖ, എല്ലാവരും അമ്മൂന്ന് വിളിക്കും. ശിവരാമന്റെയും രാധികയുടെയും ഇളയ മകൾ. എനിക്കൊരു ചേച്ചിയുണ്ട്, ശിവപ്രിയ. ചേച്ചി എഞ്ചിനീയറാണ്. ഇന്ന് ചേച്ചിയുടെ കല്യാണമായിരുന്നു. പക്ഷെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന വിനീതിനോടൊപ്പം ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. ഞാനും ചേച്ചിയും സഹോദരിമാരെ പോലെയല്ല, നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു കഴിഞ്ഞത്. എന്തുണ്ടെങ്കിലും പരസ്പരം പറയുമായിരുന്നു. പക്ഷെ വിനീതിന്റെ കാര്യം മാത്രം ചേച്ചി എന്നോട് പറഞ്ഞില്ല. ഈ കല്യാണാലോചന വന്നപ്പോൾ പോലും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അച്ഛനോട് സംസാരിച്ച് ചേച്ചിയുടെ ആഗ്രഹം നടത്തി കൊടുത്തേനെ. അച്ഛൻ ഒന്നിനും എതിര് നിൽക്കില്ലായിരുന്നു. ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ചേച്ചിയെ വിളിക്കാൻ പോയപ്പോൾ ചേച്ചി അവിടെയൊന്നും കണ്ടില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. പിന്നെയാണ് മുറിയിൽ അഴിച്ചുവെച്ച സാരിയും ആഭരണങ്ങളും കണ്ടത്. ഒപ്പം ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ അച്ഛൻ ആകെ തകർന്നുപോയി. നാട്ടുകാരോടും ബന്ധുക്കാരോടും എന്തു പറയും? അത് പോട്ടെ, ചെക്കൻ്റെ വീട്ടുകാരോട് എന്തു പറയും? അച്ഛൻ ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. അതിനിടയിലാണ് അച്ഛൻ്റെ അമ്മാവൻ എൻ്റെ കാര്യം സംസാരിച്ചത്. പറഞ്ഞ മുഹൂർത്തത്തിൽ എന്നെക്കൊണ്ട് ദേവേട്ടനെ കല്യാണം കഴിപ്പിക്കുക. എനിക്കത് ആദ്യം സമ്മതമല്ലായിരുന്നു. പക്ഷെ വന്ന ബന്ധുക്കാരും നാട്ടുകാരും അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. ദേവേട്ടൻ്റെ വീട്ടുകാരുടെ നിർബന്ധം മൂലം ഈ കല്യാണത്തിന് ദേവേട്ടന് സമ്മതിച്ചു. വിഷ്ണുദേവ്, എല്ലാവരും ദേവാന്ന് വിളിക്കും. മേലേപ്പാട്ടെ മാധവമേനോന്റെയും ഗായത്രി ദേവിയുടെയും മൂത്ത മകൻ. ആളൊരു ഡോക്ടറാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ദേവേട്ടന് ഒരു അനിയത്തി കൂടിയുണ്ട്, വിഷ്ണുപ്രിയ. +2 പഠിക്കുന്നു. ദേവേട്ടനും വീട്ടുകാരാണ് വലുത്. അതുകൊണ്ടാണ് അവർ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദേവേട്ടൻ ആദ്യം എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചത്. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ ആ സാരി എടുത്തു കൊടുത്തു. ആഭരണങ്ങളൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ പേടിയില്ലാതെ ഇരുന്നില്ല. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർത്തപ്പോൾ ആ പേടിയൊക്കെ വെറുതെയായി. അമ്മു, ചിറ്റ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അമ്മു വാ, ദക്ഷിണ കൊടുക്കണം. അമ്മാവൻ നിന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ. ഞാൻ എപ്പോഴേ റെഡിയാണ്. ചിറ്റെ, എന്നെ ഈ വേഷത്തിൽ കാണാൻ എങ്ങനെയുണ്ട്? അമ്മക്കുട്ടി, ഈ നേരത്തെ നിന്റെ തമാശ വേണ്ട. നിന്റെ മനസ്സ് ഇളകി മറിയുന്നത് എനിക്ക് കാണാം. നീ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനൊരു തീരുമാനം വേണോ മോളെ? ചിറ്റ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പേടിയൊക്കെ പോകും. ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും. ഞാനുള്ളപ്പോൾ അങ്ങനെ നടക്കാൻ അനുവദിക്കില്ല. ഒന്നുമില്ല ചിറ്റെ, എല്ലാം ശരിയാകും. ഇപ്പോൾ പെട്ടെന്ന് ഈ ജീവിതവുമായി എനിക്കോ ദേവേട്ടനോ പൊരുത്തപ്പെടാൻ കഴിയില്ലായിരിക്കും. പക്ഷെ എപ്പോഴും അതങ്ങനെ തന്നെ ആവില്ലല്ലോ. ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കുന്നില്ല. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കണം. അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. അമ്മ മണ്ഡപത്തിന് വലം വെച്ചു. എല്ലാവരെയും വണങ്ങി ദേവന്റെ അടുത്ത് ചെന്നിരുന്നു. ദേവൻ അവളെ നോക്കാതെ വേറെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ആർക്കോ വേണ്ടി അവിടെ മാകം തിരയാൻ തുടങ്ങി. ഒടുവിൽ ആ തിരച്ചിൽ ഒരാളിൽ ചെന്ന് നിന്നു. തന്നെ നോക്കി കരയുന്ന ആ മുഖത്തേക്ക് അവൾ നോക്കി. അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളം ഒന്ന് പിടച്ചു. അച്ഛന് ഇതങ്ങോട്ട് അംഗീകരിക്കാനായിട്ടില്ല. അച്ഛൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ കൂടുതലായിരുന്നു. ഞാനും തിരിച്ച് അങ്ങനെ തന്നെയാണ് അച്ഛനോടൊപ്പം എന്തിനും ഏതിനും ഉണ്ടാകും. ചേച്ചി അങ്ങനെ ചെയ്തതിനേക്കാൾ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അച്ഛന് സഹിക്കാനായില്ല. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ.
പൂജാരി നീട്ടിയ താലി മടിച്ചു മടിച്ചാണ് ദേവേട്ടൻ വാങ്ങിയത്. എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് ദേവേട്ടൻ താലി കിട്ടിയത്. നെറുകയിൽ സിന്ദൂരം തൊടുവിച്ച് മണ്ഡപത്തിന് വലം വെച്ചു. അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസം എൻ്റെ കല്യാണം നടന്നു. ചേച്ചിക്കായി ഒരുക്കിയ മണ്ഡപത്തിൽ ചേച്ചിക്കായി ഒരുക്കിയ താലി എനിക്ക് സ്വന്തമായി. ഞാൻ ദേവേട്ടൻ്റെ ഭാര്യയായി. അപ്പോഴും ഓരോരുത്തരുടെയും അടക്കം പറച്ചിൽ കേൾക്കാമായിരുന്നു. പോകാൻ നേരമായപ്പോൾ ഞാൻ അച്ഛനെ കണ്ടില്ല. അച്ഛൻ അപ്പുറത്തുണ്ടമ്മോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മാറി നിന്ന് കരയുന്ന അച്ഛനെയാണ് കണ്ടത്. അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്നെ കണ്ടതും അച്ഛൻ പെട്ടെന്ന് കണ്ണു തുടച്ചു. അത് മോളെ, ഞാൻ അമ്മു, ഇത് വേണ്ടായിരുന്നു. എന്തിനാ മോളെ നീ ഈ സാഹത്തിന് മുതിർന്നത്? അതൊക്കെ വിട്. ഒരു പക്ഷെ എൻ്റെ ഈ കല്യാണം നടക്കാനായിരിക്കും യോഗം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചായി, ഇനി വെറുതെ കരയണ്ട. ദേ, ഞാൻ പോകുക. അച്ഛൻ അങ്ങോട്ട് വാ. ഞാൻ അച്ഛനെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. മോനെ ദേവ, എന്നോട് നീ പോർക്കണം. എൻ്റെ മോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നാൽ മോനും മോൻ്റെ വീട്ടുകാരും ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അവൾ ചെയ്ത ചതിക്ക് ഞാൻ മോനോട് മാപ്പ് പറയുക. അച്ഛന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്കിൾ എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എല്ലാം കഴിഞ്ഞു. നടക്കില്ലെന്ന് വിചാരിച്ച കല്യാണം നടന്നു. ഇനി അങ്കിൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. സമയമായി. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഞാൻ വേഗം തന്നെ ദേവേട്ടൻ്റെ പുറകെ നടന്നു. കുറച്ചു നേരം കൂടി അവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. ഇത്രയും നേരം പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദേവേട്ട, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് കൂടെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ഒന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നെ വീടെത്തും വരെ ഞങ്ങൾക്കിടയിൽ മൗനം തളകെട്ടി നിന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മേലേപ്പാട്ടെത്തി. ദേവേട്ടൻ്റെ അമ്മ തന്ന വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ഞാൻ ആ വീട്ടിൽ കയറി. എല്ലാവരും എന്നെ ഏതോ അത്ഭുത വസ്തുവിനെ കാണുന്നത് പോലെ നോക്കുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞ് പാലും പഴവുമായി അമ്മ വന്നു. എനിക്കും ദേവേട്ടനും തന്നു. വിച്ചു എന്നെ ദേവേട്ടൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് മാറാൻ ഡ്രസ്സ് എടുത്ത് തന്ന് ഞാൻ അതുമായി ബാത്റൂമിൽ കയറി ഷവറിനടിയിൽ നിന്നപ്പോൾ അതുവരെ അടക്കി വെച്ചതൊക്കെ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. കുറേ നേരം അങ്ങനെ നിന്നു. പിന്നെ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലിയാണ് എൻ്റെ ഈ കണ്ണ് ചെന്ന് പെട്ടത്. ദേവേട്ടൻ്റെ പേര് കുത്തിയ താലി. ചേച്ചിയുടെ കുളി കഴിഞ്ഞോ? ചേച്ചി വാ, ദേ താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. മിച്ചു വന്ന് വിളിച്ചപ്പോൾ ഞാൻ താഴേക്ക് ചെന്നു. അവിടെ ഓരോരുത്തരുടെയും കത്തിവെക്കലും കുത്തിയുള്ള ചോദ്യം ചെയ്യലും എല്ലാം കഴിഞ്ഞപ്പോൾ നേരം ഒരുപാടായി. പതിയെ വന്നവരൊക്കെ പോകാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ അടുക്കളയിലേക്ക് ചെന്നു. ദേവേട്ടൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. സാരമില്ല. അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ ചോദിച്ചത് കേട്ടിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മേ, എന്നോട് ദേഷ്യമാണോ? ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കല്യാണം നടക്കണമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു തീർന്നതും അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അതെന്നിൽ ഞെട്ടലുണ്ടാക്കി. ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മോളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. മോൾ ആ സമയത്ത് അങ്ങനെ ചെയ്തത് കൊണ്ടാ 2 കുടുംബങ്ങളെ നാണം കെടാതിരുന്നത്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അമ്മയ്ക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കറിയാം മോളെ, നിനക്കും ദേവനും ഇതുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനാവില്ല. പതിയെ എല്ലാം ശരിയാകും. മോള് ചെല്ല്, പോയി കിടന്നു. അതും പറഞ്ഞ് അമ്മേൻ്റെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് വെച്ച് തന്നു. ഞാൻ അതുമായി മുറിയിലേക്ക് നടന്നു. മുറിയിൽ ചെന്നപ്പോൾ ദേവേട്ടൻ കിടന്നിരുന്നു. ഞാൻ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. മുറിയിൽ ചെറിയ സോഫ സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അലമാരയിൽ നിന്ന് ഒരു തലയിണയും ഷീറ്റും എടുത്ത് സെറ്റിൽ കിടക്കാൻ പോയി. ശിഖ വിളി കേട്ടപ്പോഴാണ് ദേവേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായത്. ഞാൻ എന്തെന്ന രീതിയിൽ ദേവേട്ടനെ നോക്കി. താൻ കട്ടിലിൽ കിടന്നു, ഞാൻ അവിടെ കിടന്നോളാം. അത് കുഴപ്പമില്ല ദേവേട്ട, ഞാൻ ഇവിടെ കിടന്നോളാം. അല്ല ശിഖ, അത് കുഴപ്പമില്ല ദേവേട്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ദേവേട്ടൻ കിടന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ദേവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല. തൻ്റെ ചേച്ചി ചെയ്തതിന് താൻ എന്ത് പിഴച്ചു? പിന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോഴും താൻ സമ്മതിക്കുമോയെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സമ്മതമല്ലെന്ന് പറയാനാണ് വന്നത്. പക്ഷെ അവിടെ വന്നവർ അച്ഛൻ്റെ വളർത്തുദോഷമാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചില്ല. അതാ ഞാൻ സമ്മതിച്ചത്. അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു. ദേവേട്ടൻ കിടന്നു, നേരം ഒരുപാടായി. അതും പറഞ്ഞ് ഞാൻ സെറ്റിയിൽ കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് ദേവേട്ടനും കിടന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാനായില്ല. ഇന്ന് നടന്നതൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയില്ല. എന്തൊക്കെയോ ഓർത്ത് കിടന്നു. അപ്പോഴേക്കും നിദ്രയിലാണ്ടു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ. അതോടൊപ്പം തന്നെ ഈ കഥ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.